എൻ്റെ ഉദാഹരണം പോയത് ഇങ്ങനെ, ശത്രു നമ്മളോട് എതിർക്കുമ്പോഴും നമുക്കെതിരെ ആഘോഷം ഉയർത്തുമ്പോഴും ഇതുപോലെ തന്നെയാണ്. നീ പരാജയപ്പെട്ടു, നീ തോറ്റു, നിനക്ക് വീഴ്ചയൊക്കെ വന്നു, ഇങ്ങനെ താളന്ന് ഇങ്ങനെയൊക്കെ പോവുകയാണ്. നാനാ പരീക്ഷകളിലൂടെ നീ ഇങ്ങനെ പോവുക. പക്ഷെ ഫൈനൽ റിസൾട്ട് എന്നാണെന്നറിയോ? ഓ, ലിക്സൺ ജയിച്ചു. ആദ്യത്തെ ഇത് കോവളത്ത് ലിക്സൺ തോറ്റുകൊണ്ടിരിക്കുന്നു, ലിക്സൺ പരാജയമടയുന്നു, ലിക്സൺ ഇതാ ഇത്ര വോട്ടുകൾക്ക് പുറകിൽ, ലിക്സൺ തീർന്നു, എലിസബത്ത് തീർന്നു എന്നിങ്ങനെ പിശാച് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഫൈനൽ റിസൾട്ട് എന്നാന്നറിയോ? ലിക്സൺ ജയിച്ചു, ശാരദ ജയിച്ചു, ആ മിനി ജയിച്ചു, റൂബി ജയിച്ചു. അതാ ഫൈനൽ റിസൾട്ട്. ശത്രുവിൻ്റെ തല തകർന്നു പോയി. പിന്നെ ശത്രു ഇരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മുട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്ന തങ്കമ്മ ഇരിക്കുന്ന പോലെ ഇരിക്കും. അത്രേ ഉള്ളൂ. മത്തിക്കച്ചവടത്തിൽ നഷ്ടം വന്ന മാത്തുക്കുട്ടി എന്ന് പറഞ്ഞ പോലെ പിശാചിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ,